അരുൺകുമാർ, ഇപ്പോൾ താങ്കൾക്ക് മിഥുന് മറുപടി കൊടുക്കാം. അതോടൊപ്പം തന്നെ CPM ആവർത്തിച്ച് ഈ വടകര തെരഞ്ഞെടുപ്പിലേക്ക് ഷാഫി പറമ്പിൽ പോകുന്ന ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, അവിടെ BJP ഷാഫി പറമ്പിലിനെ വടകരയിൽ സഹായിക്കുന്നു, പകരം പാലക്കാട് BJP അക്കൗണ്ട് തുറക്കും, അതിനുള്ള കളിയാണ് നടക്കുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ വാദം തെറ്റാണെന്ന് തെളിയുക കൂടിയല്ലേ? ഇവിടെ നമുക്കറിയാം BJP അതിന്റെ വർത്തമാനകാലത്ത് ഏറ്റവും കടുത്ത ജനരോഷം നേരിടാൻ പറ്റിയ സാഹചര്യങ്ങൾ നിരവധിയാണ്. ഇപ്പൊ ഈ വയനാട് ഉരുൾപൊട്ടൽ, ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിന് ഒരു പൈസ പോലും തന്നിട്ടില്ല കേന്ദ്രം എന്നുള്ളത് കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴും BJP എന്തോ വാരിക്കോരി തന്നു എന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി പ്രസ്താവനകൾ നടത്തി. ശ്രീ V മുരളീധരൻ പറഞ്ഞത് 3 ഗ്രാമങ്ങളല്ലേ ഒലിച്ചു പോയുള്ളൂ, ഇത് വലിയ ദുരന്തമൊന്നുമല്ല എന്ന് പറഞ്ഞത് ആ വയനാട്ടിലെ ദുരന്ത ബാധിതരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത്രയധികം വേദനയുണ്ടാക്കുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം വേദനയുണ്ടാക്കുന്ന പ്രസ്താവന BJPയുടെ ഒരു മുൻ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3.5 കൊല്ലമായി ശരിക്കും ആ ED ആ ഫയലിന് മുന്നിൽ അടയിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ഇങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഗൗരവമായിട്ടുള്ള ചർച്ചയുള്ള വിഷയങ്ങൾ, അതിൽ BJPയുടെ കേന്ദ്ര നേതൃത്വവും BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റും സ്വീകരിക്കുന്ന നിലപാടുകളിൽ കൃത്യമായി ഒരു മറുപടി പറയാൻ കഴിയാത്ത തരത്തിലേക്ക് BJPയുടെ സംസ്ഥാന നേതൃത്വം മാറിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിലുള്ള പടലപ്പിണക്കങ്ങളും നേതാക്കന്മാർ തമ്മിലുള്ള വൈര്യവുമെല്ലാം വളരെ ഗൗരവത്തോടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് 3 മണ്ഡലങ്ങളിലാണെങ്കിൽ പോലും BJPയുടെ പ്രാദേശികമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം വളരെ രൂക്ഷമായിട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം കാണുകയാണ്. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം, വടകര, അതുപോലെ തന്നെ ഈ പാലക്കാട്, അതുപോലെ തൃശൂർ, ഇതും 3 ഒറ്റ ഡീലാണ്. അതായത് വടകരയിൽ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാകാനുണ്ടായിട്ടുള്ള സാഹചര്യം, പാലക്കാട് ഇഞ്ചോട് ഇഞ്ച് ജയിച്ച, കേവലം 13,000 വോട്ടിന് വിജയിച്ച ഒരു മണ്ഡലത്തിലെ MLA കൊണ്ടുപോയി MP ആക്കി മത്സരിപ്പിക്കാനുള്ള സാഹചര്യം, അവിടെ നന്നായി ജയിച്ചിരുന്ന K മുരളീധരനെ കൊണ്ടുപോയി തൃശൂര് മത്സരിപ്പിക്കുന്ന സാഹചര്യം, തൃശൂര് 86,965 വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെടുന്നു, അവിടെ BJP ജയിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള വിശാലമായിട്ടൊരു ഡീല്, ഇവിടെ 11,000 വോട്ട് BJPക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, വടകരയിൽ ആ സ്ഥാനാർത്ഥി ആകാനുണ്ടായ സാഹചര്യവും അവിടെ ഷാഫി പറമ്പിൽ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതുമാണ് ഗൗരവമായിട്ടുള്ള വിഷയമെങ്കിൽ, പാലക്കാട് 11,000 വോട്ട് കുറഞ്ഞത് എങ്ങനെ BJPക്ക്? കഴിഞ്ഞ 10 കൊല്ലമായി ഒരു വളർച്ചയുമില്ല. 1000 വോട്ട് താഴേക്കാണ് 2016 കിട്ടിയതിൽ നിന്നും 1000 വോട്ട് താഴേക്കാണ് പോയത് എന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു ഭാഗത്ത് കോൺഗ്രസിന് വലിയ വോട്ട് നഷ്ടപ്പെടുന്നു, അവിടെ ആ വോട്ട് കൃത്യമായി BJPക്ക് കിട്ടുന്നു. 86,965 വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെടുമ്പോഴാണ് 74,200 വോട്ടിന് BJP ജയിക്കുന്നത്. ഇവിടെ 11,000 വോട്ട് BJPക്ക് നഷ്ടപ്പെടുന്നു. 10,000 വോട്ട് SDPI തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തു, അതിനു വേണ്ടിയിട്ടുള്ള വർക്ക് ഞങ്ങൾ നടത്തിയെന്ന് SDPയുടെ നേതാക്കന്മാർ വിശദീകരിക്കുന്നു. അപ്പൊ ആ 11,000 പിന്നെ ഒരു 10,000 SDPയുടെ കിട്ടുമ്പോൾ 18,500 വോട്ടിന് കോൺഗ്രസ് വിജയിക്കുന്നു. ഇതെല്ലാം പൊതുമണ്ഡലത്തിൽ കണക്കുകൾ വച്ച് നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ. ക്ലെയിം ചെയ്യുന്നത് SDPI തന്നെയല്ലേ? 10,000 വോട്ട് ഞങ്ങൾ കോൺഗ്രസിന് കൊടുത്തു, 11,000 വോട്ട് BJPയുടെ നഷ്ടപ്പെട്ടു. ഇപ്പൊ ഈ 40 നേതാക്കന്മാരുടെ ഫോൺ കോൾ ലിസ്റ്റ്, ഏത് MP ആണ് കോൺഗ്രസിന്റെ MP? പേര് പുറത്തു വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കൃത്യമായി ജനങ്ങൾക്ക് വ്യക്തമാണ് ഏത് MP ആണ്. ആ കോൾ ഡീറ്റെയിൽസ് അടക്കം പുറത്തു വന്നാൽ ഉണ്ടാകുന്ന സാഹചര്യം എന്താ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട വലതുപക്ഷ നിരീക്ഷകൻ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഡോക്ടർ P സരീനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇപ്പൊ ഗൗരവമായിട്ടുള്ള വിഷയമായി താങ്കൾ ഉന്നയിക്കുകയാണ്. ഇതൊക്കെ എത്ര തവണ നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. ഞങ്ങൾക്ക് അവിടെ നേതാക്കന്മാരില്ലാത്തതുകൊണ്ടോ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. ഒരാൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് യോജിക്കാൻ തയ്യാറായി വന്നാൽ, ഒരു നല്ല പ്രൊഫഷണൽ, നല്ല ഡോക്ടർ, ഒരു നല്ല സംഘാടകൻ അങ്ങനെ വന്നാൽ അദ്ദേഹത്തെ സംഘടനയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി ഇടതുപക്ഷത്തോടൊപ്പം യോജിപ്പിച്ച് നിർത്തുക എന്നതാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി. ആര് വന്നാലും മത്സരിക്കുമെന്നൊക്കെ അത് അന്നേരം ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ സരിൻ വന്നു, സരിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു, അന്തസ്സായി സരിൻ മത്സരിച്ച് ഈ നല്ല മുന്നേറ്റം ഉണ്ടാക്കി. 2016 പക്ഷെ ഈ പാലക്കാട് മണ്ഡലം വന്നതിന് ശേഷം, ഇതേ രൂപത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഈ വർഷമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ 4,000 വോട്ടിന്റെ വർധനവ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു മെച്ചം, ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുറവുകളും ഞങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ കോൺഗ്രസ്, BJPയും CPMും തമ്മിൽ ഉള്ള വോട്ട് വ്യത്യാസം കേവലം
1000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലത്തിന് ശേഷം നടക്കുമല്ലോ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ പാകത്തിലുള്ള ഒരു പശ്ചാത്തലം ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 12 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ, അതിൽ 10 പേർ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് വിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അതിൽ സംസ്ഥാന നേതാവുണ്ട്, ജില്ലാ നേതാവുണ്ട്, അതുപോലെ വനിതാ കൗൺസിലർമാരുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, അവരുടെ കുടുംബമുണ്ട്, ഇവരെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച നേട്ടം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാരണം ഞങ്ങൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കി. അതുപോലെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്നവർക്കെല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടു. 5000 വോട്ട് വ്യത്യാസമാണ് ചേലക്കരയിൽ LDF-ഉം UDF-ഉം തമ്മിൽ 4 മാസം മുമ്പ് ഉണ്ടായിരുന്നത്. അത് 12000 വോട്ട് വ്യത്യാസമായിട്ട് മാറി. 4500 വോട്ടാണ് ഞങ്ങൾക്ക് ചേലക്കരയിൽ കൂടിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന്. അപ്പോ ആ സാഹചര്യം എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോഴും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാലക്കാട് ഞങ്ങൾക്ക് 14000 വോട്ട് കൂടിയതുമെല്ലാം ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല. വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് നല്ല പശ്ചാത്തലം ഒരുക്കാൻ, അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും നല്ല പോരാട്ടം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. അത് ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്, സംതൃപ്തിയിലാണ്. കുറവുകളുണ്ടോ ഞങ്ങൾ അത് പരിശോധിച്ച് പരിഹരിക്കും. അതിന് സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട്.